നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കരിവെള്ളൂരിൽ CPO ദിവ്യശ്രീയുടെ കൊലപാതകത്തിൽ പ്രതി ഭർത്താവ് രാജേഷിന് 3 ജീവപര്യന്തം ശിക്ഷ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടേതാണ് വിധി. തെളിവ് നശിപ്പിച്ചതിന് 7 വർഷത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചു. 2024 ഫെബ്രുവരി 21 സിവിൽ പോലീസ് ഓഫീസറായ P. ദിവ്യശ്രീയെ ഭർത്താവ് K. രാജേഷ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദാണ് വധശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K. അജിത് കുമാറിന്റെ വാദം. അവരുടെ വീട്ടിൽ വെച്ച് 21/11/2024 വൈകുന്നേരം 5:30 മണിയോടുകൂടി ദാമ്പത്യ ബന്ധത്തിൽ വേർപിരിഞ്ഞ് താമസിക്കുന്ന ഭർത്താവ് രാജേഷ് എന്നയാൾ കേസിലെ പ്രതി മുൻധാരണയോടുകൂടി പ്രീപ്ലാൻഡ് ആയിട്ട് ആയിരങ്ങളൊക്കെ മുൻകൂട്ടി വാങ്ങി വീട്ടിൽ അതിക്രമിച്ചു കഴിഞ്ഞ് സ്വന്തം അച്ഛന്റെ മുമ്പാകെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അന്നേ ദിവസം വൈകുന്നേരം 5:30 മണിയോടുകൂടി രാജേഷ് ഒരു കൊടുവാളുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയും വീട്ടിന്റെ കോലായിൽ വെച്ച് അച്ഛനോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യശ്രീയെ ആദ്യം പെട്രോള് ഒഴിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ദിവ്യശ്രീയെ കോലായിൽ നിന്ന് വലിച്ചിറക്കി മുറ്റത്തേക്ക് ഇട്ടിട്ട് അച്ഛന്റെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ചെന്ന അച്ഛൻ വാസു കേസിലെ 2ാം സാക്ഷിയാണ്. അവരെയും അയാൾ മൃഗീയമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ വെട്ടേറ്റ് പരിക്കേറ്റ് നിലത്ത് വീണ ദിവ്യശ്രീയെ അച്ഛന്റെ മുമ്പിൽ വെച്ച് അതിദാരുണമായി മൃഗീയമായി ഒരു മനുഷ്യൻ സാധാരണ ചെയ്യാവുന്ന ഏറ്റവും ഭയാനകമായ രീതിയിൽ തന്നെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുള്ള ഈ ദിവ്യശ്രീയെ പട്ടാപ്പകലാണ് നാടിന് നടുക്കിയ കൊലപാതകം അദ്ദേഹം നടത്തിയത്. അവിടെ വെച്ച് തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടിയപ്പോൾ അവരെ അടക്കം ഭീഷണിപ്പെടുത്താൻ അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം 3 വാഹനങ്ങളിലായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ട് പയ്യന്നൂരിൽ നിന്നും നേരെ പുതിയ നിലവിലുള്ള ബാറിൽ വെച്ച് മദ്യം കുടിക്കുമ്പോൾ രാത്രി 8:00 പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവം നടക്കുന്ന അന്നേ ദിവസം 2:30 അദ്ദേഹം അന്ന് കുടുംബ കോടതിയിൽ തമ്മിലുള്ള തർക്കം തീർക്കുന്നതിനായി കുടുംബ കോടതിയിൽ മീഡിയേഷൻ ഉണ്ടായിരുന്നു. ഒരു കേസിൽ 3 ജീവപര്യന്ത ശിക്ഷ അപൂർവമാണെന്ന് നിയമ വിദഗ്ധർ പറയുന്നു. ചന്ദേര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീയെ 2024 നവംബർ 21 വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് കാണിച്ച് കണ്ണൂർ കുടുംബ കോടതിയിൽ ദിവ്യശ്രീ കേസ് നൽകിയിരുന്നു. കോടതിയിൽ ഹാജരായി തിരിച്ച് വീട്ടിലെത്തി പിറ്റേന്ന് ശബരിമല ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് വൈകിട്ട് ബൈക്കിലെത്തിയ രാജേഷ് വരാന്തയിലെ ഗ്രിൽസിനുള്ളിലൂടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അകത്ത് കയറി ദിവ്യശ്രീയെ കൊടുവാൾ കൊണ്ട് വെട്ടിയത്. ഇത് തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ പിതാവിന്റെ കൈകൾക്കും വെട്ടേറ്റു. മാരകമായി മുറിവേറ്റ ദിവ്യശ്രീയെ അയൽവാസികളും നാട്ടുകാരും പോലീസിന്റെയും സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ദൃക്സാക്ഷി ഇല്ല എങ്കിൽ പോലും ശിക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ആ വീട്ടിലെ ഫിറ്റ് ചെയ്ത് വരുന്ന CCTV ദൃശ്യങ്ങൾ, അതായത് ശബ്ദം അടക്കം, നിലവിളിക്കുന്ന ശബ്ദം അടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് ഞാൻ കേസ് വിചാരണ ആരംഭിച്ചത്. പരിക്ക് പറ്റിയ വാസുവും അതുപോലെ തന്നെ അയൽവാസികൾ, ദൃക്സാക്ഷി അവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്ര ഒരു നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം കേരള പോലീസ് നടത്തി. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്.